ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് വീഡിയോ, ഒരു സെറ്റ് സാരിയിലുള്ള ഒരു മേക്കപ്പ് വീഡിയോ, ഒരു ഗെറ്റ് ടുഡേ വിത്ത് മീ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു സെറ്റ് സാരിയിലുള്ള ഒരു സെറ്റ് സാരി നമുക്കൊന്ന് റെഡിയാവാം. നമുക്കൊരു ഗെറ്റ് ടുഡേ വിത്ത് മീ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാനൊരു ടോണർ അപ്ലൈ ചെയ്യാണ്. ടോണർ റോസ് വാട്ടർ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് റോസ് വാട്ടറിൻ്റെ ബോട്ടിലല്ല, ഞാനൊരു സെറ്റിംഗ് സ്പ്രേയുടെ ബോട്ടിൽ തീർന്നപ്പോൾ അതിൽ റോസ് വാട്ടർ ഒഴിച്ച് വെച്ചാണ് കേട്ടോ. പിന്നെ ബോട്ടിൽ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഞാനൊരു റോസ് വാട്ടർ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. നിവ്യയുടെ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതാ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. മാസിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഐബ്രോ ചെയ്യുന്നത്. ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, അങ്ങനെയാണ് ഐബ്രോ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഐബ്രോ ചെയ്തെടുക്കാം നമുക്ക്. ത്രെഡ് ചെയ്തിട്ടില്ല, ഒരു ഫിനിഷിങ് എനിക്കിങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്തിട്ട് വലിയൊരു ഫിനിഷിങ് തോന്നില്ല. ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി കൺസീലർ ഇട്ട് കൊടുക്കാം. കൺസീലർ ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു കൺസീലറാണ് കേട്ടോ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മാക്സും അങ്ങനെയുള്ള, പിന്നെ അണ്ടർ ഐ എനിക്ക് അത്യാവശ്യം ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആദ്യം കൈ കൊണ്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് ഇനി ഞാൻ കോമ്പാക്റ്റ് പൗഡർ അല്ല കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. സാധാ നമ്മുടെ പൗഡർ അടിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാ പൗഡർ വെച്ചിട്ട് ഇതാ എല്ലായിടത്തും ഒന്ന് കൺസീലർ ഇട്ട ഭാഗത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഹുദ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ് ഇട്ടത്. അത് വെച്ചിട്ട് ഐഷാഡോ ഇട്ട് കൊടുക്കുക. ഐഷാഡോ ഒന്നും വലുതായിട്ടൊന്നും ഇടുന്നില്ല, ചെറുതായിട്ടൊരു ന്യൂഡ് കളർ ഒന്ന് ഇട്ടൊന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ബ്രഷും കൊണ്ടിട്ടപ്പോൾ എനിക്ക് അത്ര അങ്ങ് ശരിയായില്ല. അപ്പോൾ ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതാ. ഒരു ന്യൂഡ് കളറാണ് കേട്ടോ ഐഷാഡോ ഇടുന്നത്. പിന്നെ ഞാൻ ഒരു ന്യൂഡ് കളർ ഇട്ടിട്ട് പിന്നെ ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തിളക്കുള്ള ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്ലോസി ആയിട്ടുള്ളൊരു ഷെയ്ഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കണ്ണെഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലിട്ട് അതേ സെയിം ഐഷാഡോ തന്നെ താഴെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണെഴുതാൻ ഞാനിവിടെ ഡാസ്ലറിൻ്റെ അലിയറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഡാസ്ലറിൻ്റെ അലിയർ വെച്ചിട്ട് ഇനി കണ്ണെഴുതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്യാമറയിൽ നോക്കി കണ്ണെഴുതുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ട് കറക്റ്റ് ആവാത്ത പോലെയൊക്കെ ഉണ്ട് കേട്ടോ. വാലൊക്കെ ഇട്ടിട്ടുണ്ടോ കണ്ണെഴുതുന്നത്. ഇത് സെറ്റ് സാരി ട്രഡീഷണൽ ലുക്കാണല്ലോ. അപ്പോൾ അങ്ങനെ കണ്ണെഴുതാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ണെഴുതാണ്. താഴെ ഞാൻ ഒരു
സാധാ കാജൽ, നമ്മൾ ഹിമാലയയുടെ കാജലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. താഴെ അങ്ങനെ കണ്ണെഴുതി കൊടുത്തു. അപ്പോൾ ഇതാ 2 കണ്ണും എഴുതി കൊടുത്തിട്ടോ. ഇനി അടുത്തത് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ ഇവിടെ ഫിറ്റ്മിയുടെ മേബിലിൻ ഫിറ്റ്മിയുടെ 220 ആണ് ഷെയ്ഡ്. അതും ഫൗണ്ടേഷനും അതുപോലെ തന്നെ കുറച്ച് മോയ്സ്ചറൈസറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും കൂടി മിക്സ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കളറാവും. അപ്പോൾ അതാ ഫൗണ്ടേഷൻ ഇട്ടതൊക്കെ ഒന്ന് എന്നിട്ട് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫൗണ്ടേഷൻ ഇട്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കോമ്പാക്റ്റ് പൗഡർ അല്ല ഇവിടെ ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ സാധാ നമ്മുടെ പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ആ ഒരു ഓയിലി ടച്ച് ഒന്ന് വിടാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ ചെറുതായിട്ട് ഇതൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കങ്ങനെ ബ്ലഷ് ഇടാനൊന്നും അങ്ങനെ കറക്റ്റായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒന്ന് ചെറുതായിട്ടും ഇതേപോലെ ഒരു ഹൈലൈറ്റർ, ഇതൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഇടാനാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇടുന്നത് മാത്രം ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ നോസ് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതൊക്കെ ഞാൻ അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയൊന്നുമില്ല. അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു എന്ന് മാത്രം കേട്ടോ. ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതാ ലാസ്റ്റ് വൺ ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ 025 എന്ന് പറഞ്ഞ ഷെയ്ഡ്. ലാസ്റ്റ് വൺ എന്താ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു കറുത്ത പൊട്ടും കൂടി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഹെയർ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടാൻ വേണ്ടിയിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടാണ് ഫുൾ ഭാഗമല്ല സ്ട്രെയിറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് ഹെയർ കെട്ടുന്നത്. ഇനി ഹെയർ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ.
ഞാനൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പഫല്ല ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് ഫ്രണ്ടിലാക്കിയിട്ട് അങ്ങനെയാണ് കെട്ടി കൊടുക്കുന്നത്. പിന്നെ ബേക്കിക്കാണ്ട് ഇല്ലെടുത്തിട്ട് അങ്ങനെ കെട്ടി കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ ഹെയർ സ്റ്റൈല്. അപ്പോൾ അതായത് ഇത്രയുള്ള ഹെയർ സ്റ്റൈൽ. പിന്നെ ഞാനൊരു കറുത്ത പൊട്ടും കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെ ഓണ ലുക്ക് വേറെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും